നമ്മുടെ എല്ലാ ഗടികൾക്കും നമസ്കാരം കേട്ടാ. ഇന്ന് നമ്മളൊരു അടാർപ്പൊള്ളപ്പൻ സാധനം നമ്മളിവിടെ ചെയ്യാൻ പോണേ. കപ്പലിന്റെ പുളിയും കറി ഒരിക്കും. ഇതപ്പം അതിലേക്ക് രണ്ട് മല്ലിയില, ഒരു 2-3 പച്ചമുളക് നടു അങ്ങോട്ട് കീറി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പില, ഒരു 2-3 സവാള കട്ട് ചെയ്തത്. ജംബ്രോട്ടാണ് നീ കേൾക്കേണ്ടത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണം, മല്ലിപ്പൊടി വേണം, മുളക് പൊടി വേണം, 2-3 വറ്റൽമുളക് വേണം, പിന്നെ കടലപ്പരിപ്പ് വേണം. പിന്നെ കിടക്കണ കടുക്. അവനെ പൊട്ടണ സാധനം നോക്കി വാങ്ങിക്കണം കേട്ടാ. വിഷുവിന് പടകം വാങ്ങിക്കണ വഴി നമ്മൾ കടുക് പൊട്ടണത് നോക്കി എന്നെ ചോദിച്ച് വാങ്ങിക്കണം. പിന്നെ കുറച്ച് പുളി, പേട്ട നാളികേരം, ഒരു മുറി ചിരണ്ട, 1 ടീസ്പൂൺ ജീരകം എടുക്കുക. പിന്നെ ഒരു 100 ഗ്രാം കപ്പലണ്ടി. പിന്നെ ആദ്യം നമ്മുടെ കപ്പലിൻ്റെ അടുത്ത് പാൻ വെച്ചിട്ട് നമ്മൾ അതിലിട്ടിട്ട് നമുക്ക് ചൂടാക്കട്ടാ. ഇമ്മാരി കാണിച്ച കംപ്ലീറ്റ് താഴത്തെ കൂട്ടാ ചൂടാക്കി എടുത്താൽ മതി. അതിനുശേഷം നമ്മളൊരു കുക്കറെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ആ കപ്പലിൻ്റെ അടുത്ത് അതിലേക്ക് ഒറ്റ തട്ട്, എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മളുണ്ടല്ല ആ കുക്കർ അടച്ചു വെക്കുക. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാണ്ടല്ല 3-4 പ്രാവശ്യം കുക്കർ നമ്മളെ വിളിക്കും. തിരിഞ്ഞു നോക്കണ്ട, വഴിക്ക് പോരുത്. 5-ാമത്തെ പ്രാവശ്യം വിളിക്കുമ്പോൾ ഓടിച്ചല്ലാണ് കേട്ടാ. കുക്കർ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു ചട്ടി എടുത്തിട്ട് വെക്കുക. അതിലൊരു 3-4 ടീസ്പൂൺ അങ്ങോട്ട് ഒഴിച്ച കൊടുക്കുക പിന്നെ വെളിച്ചെണ്ണ. എന്നിട്ട് നമ്മളെ പൊട്ടണ കടുക്കുണ്ടല്ലോ, പൊട്ടണ തന്നെ വേണം കേട്ടാ. അതങ്ങോട്ട് ഒരു ഒറ്റ ചെരിയില് ഒരു 2-3 ടീസ്പൂൺ. അതിലേക്ക് ഇത് നമ്മുടെ കടലപ്പരിപ്പ് 1 ടീസ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ വറ. അതിലേക്ക് ഇത് 2 ഉണക്കമുളക് ഇട്ടിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതിലേക്ക് തട്ടിക്കോട്ടാ. ഈ സവോളയും പച്ചമുളകൊക്കെ തട്ടിയിട്ട് നല്ല ഇളക്കന്നെ. നമുക്ക് പിന്നെ നല്ല ഇളക്കി ശീലമാണല്ലോ, അപ്പൊ പിന്നെ ഇളക്കോടെ ഇളക്ക്. നമ്മൾ ഇളക്കണേനെ അങ്ങോട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി അങ്ങോട്ട് തട്ടി. അതിനുശേഷം കുറച്ച് മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി അതിലേക്ക് കാച്ചി. കഥയുടെ ടെസ്റ്റ് അതിലേക്ക് നമ്മുടെ കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ ഇട്ട് അങ്ങോട്ട് പിന്നെ നമ്മൾ ഇളക്കന്നെ. അങ്ങനെ ഇപ്പം ഇളക്കല് മതിയാക്കിയിട്ട് ആ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പലണ്ടി ഉണ്ടല്ല അതിലേക്ക് ഇതിൽ തട്ടിയിട്ട് നമുക്ക് ഇളക്കല് തുടങ്ങാം. പിന്നെയും ഇളക്കല്. അതിന് ശേഷം ഉണ്ടല്ല നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. പിന്നെ നമ്മൾ കുറച്ച് നാളികേരം എടുത്ത് വെച്ചിട്ടുള്ളത് മിക്സിയിൽ ഇട്ടിട്ട് ഒറ്റ അങ്ങോട്ട് പെടാം. അത് ഒഴിച്ചിട്ടുണ്ടല്ല പിന്നെ നമ്മൾ 2 ഇളക്കും കൂടി ഇളക്കി അതൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ തിളച്ചതിന് ശേഷം ഉണ്ടല്ല അതിലിങ്ങനെ മുകളിലിങ്ങനെ മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ട് ജംബ്രോട്ടൻ്റെ സ്പെഷ്യൽ ഐറ്റം കപ്പലണ്ടി പുളിയും കറി സാധനം കിടുവാണ് കേട്ടാ. പൂരത്തിൻ്റെ പുഴിമനിയിൽ ഓരോ സാധനം ഇഷ്ടം.